ഇത് ഏകദേശം ഒരു 10 വർഷം പഴക്കമുള്ള ഒരു മാവാണ്. അപ്പോൾ ഇത് 10 വർഷമായിട്ടും കായ്ച്ചിട്ടില്ല. അപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ ഒരു മോതിരവളയം ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മോതിരവളയം ഇട്ടിട്ടും ഇത് കായ്ച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് ഏത് മാവാന്നുള്ളത് പോലും നമുക്ക് അറിയില്ല കേട്ടോ. മറ്റേ വാള് റെന്റിന് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഈ വാള് ഉപയോഗിച്ചത്. ഒരുപാട് സ്ഥലത്ത് നമ്മൾ അന്വേഷിച്ച് നോക്കി, വാള് കിട്ടിയില്ല. അപ്പൊ ഇതുകൊണ്ട് ഒരു 300 രൂപയുടെ ഒരു വാള് കൊണ്ട് നമ്മൾ ഇത്രയും വലിയ ഏകദേശം ഒരു 10-16 അടി ഹൈറ്റിലുള്ള ഒരു മാവ് മറിച്ചിടാൻ പോണേ. ഓക്കെ, ഇത് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടുമല്ലേ വിളിച്ചേട്ടാ? ലോക്കൽ മാർക്കറ്റിലും കിട്ടും. ഇത് അന്വേഷിച്ച സാധനം കിട്ടും. ഇവിടെ ചേട്ടാ തുടങ്ങാം. തുടങ്ങുന്നതിന് മുമ്പ് നമ്മള് കൈ എല്ലാം സോപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കൈയും നമ്മൾ എടുക്കുന്ന ടൂൾസും എല്ലാം സാനിറ്റൈസർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം. എല്ലാ ടൂൾസും ഭംഗിയായിട്ട് സാനിറ്റൈസർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. നാംഡോക്കുമായുടെ ഒരു സയണുണ്ട്, പിന്നെ കോട്ടൂർക്കോണം ഒരു സയണുണ്ട്, പിന്നെ ഉള്ളത് കാറ്റിമോണാണ്. ഇത് ബാർക്ക്, ഇത് വുഡ്. ഇതിനിടക്കുള്ള ഒരു നേരിയ ലെയർ ഉണ്ട്, കാമ്പിയൻ ലെയർ. ഈ ലെയറിലാണ് ഈ സാധനം ഒട്ടിച്ചേരുന്നത്, സയൻ ഒട്ടിച്ചേരുന്നത്. നമ്മൾ വെക്കുന്ന സയന്റെ കാമ്പിയൻ ലെയറും നമ്മളുടെ റൂട്ട് സ്റ്റോക്കിന്റെ കാമ്പിയൻ ലെയറും തമ്മിൽ ചേർന്ന് വരണം. എന്നാൽ മാത്രമേ ഇത് സക്സസ് ആവുള്ളൂ. ആ ഭാഗം നല്ല ഷാർപ്പായിട്ട് ഉള്ള നല്ല മൂർച്ചയുള്ള കത്തിയ എന്തെങ്കിലും കൊണ്ട് ക്ലിയർ ചെയ്യണം. നമ്മൾ വാളിനെ കട്ട് ചെയ്യുമ്പോൾ അവിടെ റഫായിട്ട് പോയിട്ടുണ്ടാവും. അത് നമ്മളിങ്ങനെ ഒന്ന് ക്ലിയർ ചെയ്ത് വിടണം. കട്ട് ചെയ്തെല്ലാം കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ കൈയൊന്നും തൊടാൻ പാടില്ല. ശരിക്കും നമ്മൾ കട്ട് ചെയ്യുന്ന കട്ടിങ് ചെയ്ത് ഒരല്പം ചരിച്ചിടുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം വെള്ളം മഴ പെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ കവർ ചെയ്യുന്നതിനുള്ളിലുള്ള പേപ്പറാണെങ്കിലും ഇവിടെ വന്ന് കെട്ടിയൊന്നും കേടാതെ ഒഴുകിപ്പോകാനായിട്ട് പെട്ടെന്ന് അതൊരു നല്ല ഇതാണത്. 4 ഡയറക്ഷനിലേക്കാണ് കൊടുക്കാൻ പോണത് അല്ലേ? അപ്പൊ അത് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ അവിടെ അത് വെക്കാനുള്ള ഭാഗത്ത് നമ്മൾ കുറച്ച് ഔട്ടർ സ്കിൻ ഇങ്ങനെ ഒന്ന് കളഞ്ഞിട്ട് ഇവിടെ ഒന്ന് തിക്നെസ് കുറക്കാം ഇതിന്റെ. പിന്നെ നമ്മൾ അത് ചെയ്യാനുള്ള പൊസിഷൻ ചെയ്യണതിനാണ്. അതിന് നമ്മൾ സ്കിന്ന് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് വെക്കും. ഇതിപ്പോ സ്കിന്നിന്റെ തിക്നെസ് കുറച്ചിരിക്കുന്നതുകൊണ്ട് ഇത് വളരെ ഈസി ആയിട്ട് കണ്ടോ ഇങ്ങനെ പോന്നോളൂ അല്ലേ? മറ്റേതാകുമ്പോ ഒടിഞ്ഞൊടിഞ്ഞു പോരും. നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗത്ത് ഇനി ഈ ഫംഗസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി സാഫോ കോപ്രോക്സിക്ലോറൈഡോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ബോഡോ മിശ്ര അങ്ങനെ എന്തെങ്കിലും ഒന്ന് പുരട്ടി കൊടുക്കണം. നല്ലതാണ്. ഇത് ഓൺലൈനിൽ നിന്ന് മേടിക്കുന്ന? ഇത് ഓൺലൈനിൽ നമ്മൾ പച്ചക്കറികളൊക്കെ പൊതിഞ്ഞ് വെക്കുന്ന മുറിച്ച റാപ്പിംഗ് ടൈപ്പ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി സേഫാണ് ഇത്. കട്ട് ചെയ്യാം. അത്രയും ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് നമ്മുടെ സയൺ അതിലൂടെ അങ്ങോട്ട് ഇറക്കി വെക്കുക. ചുമ്മാ ഇറക്കി വെച്ചാൽ മതി. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോഴും റൂട്ട് സ്റ്റോക്കിന്റെയും സയന്റെയും സ്കിന്ന് ചേർന്നിരിക്കണമായിരുന്നു. അതുപോലെ ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, ഇതിന്റെ സ്കിന്നില് നമ്മൾ അതിന്റെ കാമ്പിയൻ ലെയറിലാണ് ഇത് സംഭവം. ഇതിന്റെ ഈ സൈഡിലെ കാമ്പിയൻ ലെയറും ഇതിന്റെ വുഡിലുള്ള കാമ്പിയൻ ലെയറും ചേർന്നാ മതി. അല്ലാണ്ട് മുട്ടിച്ച് വെക്കണം, സ്കിന്ന് മുട്ടിച്ച് വെക്കണം ഒന്നും വേണ്ട. ചുമ്മാ അങ്ങോട്ട് ഇറക്കി വെച്ചാൽ മതി അല്ലേ? ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഓക്കെ. ഇവിടെ നമ്മള് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പിടിക്കുക, ചുമ്മാ ഇറക്കി വെക്കുക അല്ലേ? സൈൻ നല്ല സൈൻ കാണിച്ചതുപോലെ വളരെ കൃത്യമായിട്ട് നമ്മളത് ഒരു സൈഡ് കൂടുതൽ നമ്മളിപ്പോ വി ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നവരെ ഒരു സൈഡ് ഫുള്ള് ചെത്തുക, ഓപ്പോസിറ്റ് സൈഡ് ചെറുതായിട്ട് ചെത്തുക. ഫുള്ള് ചെത്തിയ ഭാഗം വേണം തടിയിലേക്ക് ചേർന്ന് നിൽക്കാനായിട്ട്. ഇനി നമ്മൾ ഇതിന്റെ പുറമെ നമ്മളുടെ ബഡ്ഡിങ് ടേപ്പ് വെച്ച് നല്ല ടൈറ്റ് ചെയ്ത് അങ്ങോട്ട് കെട്ടുക. അതാണെങ്കിൽ വലിക്കുമ്പോൾ പൊട്ടിപ്പോവും. മോളിൽ കൂടി ഓടിക്കാം. നമ്മൾ മാക്സിമം വെള്ളം ഇറങ്ങരുതല്ലേ? മാക്സിമം സക്സസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒട്ടും ഒരു സ്ഥലത്ത് കൂടിയും വെള്ളം ഇറങ്ങാത്ത രീതിയിൽ നമ്മൾ സേഫ് ആക്കുക. നാല് ദിശയിലേക്കാണ് നമ്മൾ സയൻ വെച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. എന്ത് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ മൾട്ടി ഗ്രാഫ്റ്റിംഗ് ചെയ്യുമ്പോഴാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്,
സൺലൈറ്റ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന എല്ലാ ഗ്രാഫ്റ്റുകൾക്കും ഒരേപോലെ കിട്ടണം. മാക്സിമം സൈൻ വെച്ചേക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെ ഒന്നും കൂടി നല്ല രീതിയിൽ ഒന്ന് കവർ ചെയ്തെടുക്കുക. വെള്ളം ലീക്ക് ആകാത്ത വിധത്തിൽ നമ്മൾ കവർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഒട്ടും വെള്ളം കയറാത്ത രീതിയിൽ. അതെ. പിന്നെ നമ്മൾ ഒന്നുകൂടി ഒരു അഡീഷണൽ ഷോർട്ടിൽ കൂടി ഈ നമ്മൾ വെച്ചിരിക്കുന്ന സയോണും ഈ സ്കിന്നും ഇതെല്ലാം ഈ തടിയിലേക്ക് ഒന്ന് ശരിക്ക് ചേർന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ചരട് കൊണ്ടൊന്ന് ചുറ്റി കെട്ടുന്നുണ്ട്. എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടി. അതായത് ഇതിൻ്റെ മുകളം വരുമ്പോൾ ഇതിൻ്റെ പുറമെ ഇടുന്ന കവറിൽ തട്ടി മോശമായി പോകാതിരിക്കാനും കേടായി പോകാതിരിക്കാനും നമ്മൾ ഇങ്ങനെ ഒരു സിപ്പപ്പ് കവർ സപ്പോർട്ട് ചെയ്തിടും. ഇത് വെറുതെ കട്ട് ചെയ്ത് രണ്ട് സൈഡ് ഓപ്പൺ ആയിട്ടാണ് ഇടുന്നത്. സയോണ് ഒരു ഹ്യൂമിഡിറ്റി എപ്പോഴും വേണം, അത് മുളച്ച് പൊട്ടിച്ചേരുന്നത് വരെ. അതിനുവേണ്ടി ഇതൊന്ന് നനച്ചെടുത്തതിന് ശേഷം മൊത്തത്തിൽ കവർ. പിന്നെ നമ്മൾ ഈ നനച്ച കവർ ഇതിൽ ഇടുന്നതിന് മുൻപ് ഈ കവറ് ഇതിൻ്റെ മേലേക്ക് വീണ് കാറ്റിലും ഇതിലൊക്കെ വന്ന് മേലേക്ക് വീണ് ഇതിന് സയോണിന് ഡാമേജ് പറ്റാതിരിക്കാൻ 2 കമ്പ് 2 സൈഡിലും ഇതുപോലെ വെച്ച് സപ്പോർട്ടിന് കെട്ടിയിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ അതിൽ കൂടെ ഈ കവർ കയറ്റിയിടുന്നത്. വെയിലൊരു വിഷയമാണോ? വെയിൽ വല്ലാതെ നേരിട്ട് വെയിലടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്തെങ്കിലും ഒരു അതായത് പിന്നെ നമ്മുടെ ഗ്രീൻ നെറ്റ് ഉണ്ടല്ലോ, ഷെയ്ഡ് നെറ്റിൻ്റെ ഒരു കഷ്ണം എന്തെങ്കിലും കൊണ്ട് മുകളിലൊരു ചെറിയ പന്തൽ പോലെ വെച്ച് കൊടുക്കുന്നതല്ല. കാരണം ഇപ്പൊ കുറച്ച് വെയിലും ചൂടും കൂടുതലാണ്. പിന്നെ ഇത് ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അതിരാവിലെ ചെയ്യുക, അല്ലെങ്കിൽ വൈകുന്നേരം ആയിരിക്കും ഏറ്റവും പ്രോംപ്റ്റ് ആയിട്ടുള്ള സമയം. അതായത് വൈകുന്നേരം നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓവർനൈറ്റ് ഈ സയോണിന് അതിൻ്റെ സംരക്ഷണം ഉണ്ടാവും. നമ്മൾ കട്ട് ചെയ്ത് എടുത്തതിൻ്റെ അതിൽ നല്ലൊരു സംരക്ഷണം ഉണ്ടാവും ഓവർനൈറ്റ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് കവറ് വെള്ളം കംപ്ലീറ്റ് എവാപ്പറേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ രണ്ടാമതൊന്ന് ഇടയ്ക്ക് നനച്ചിടുന്നത് ഊരിയെടുത്തിട്ടൊന്ന് നനച്ചിടണം. ഒരു 2 ആഴ്ച വരെയും ഈ സയോൺ ഗ്രീൻ ആയിട്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ സയോൺ ലൈവ് ആണെന്നുള്ളതിന് തെളിവാണ്. ചിലപ്പോൾ 2 ആഴ്ചക്കുള്ളിൽ തന്നെ പുതിയ സ്പ്രൗട്ട് വരും, പുതിയ മുകുളങ്ങൾ വരും. ഇതല്ലെങ്കിൽ ഈ സയോണിന്റെ പാകം അനുസരിച്ച് ചിലപ്പോൾ 3 ആഴ്ച 1 മാസം വരെയൊക്കെ ഇത് വരാൻ കാലതാമസം എടുക്കാം. നമ്മൾ നല്ല നട്ടുച്ച സമയത്താണ് ചെയ്യണത്. നല്ല ചൂടുള്ള സമയത്താണ് ചെയ്യണത്. മഴ മാറിയിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ചെയ്യണത്. മാവ് വെട്ടാനും ഒക്കെ കുറച്ച് സമയം നമുക്ക് പോയി, അതുകൊണ്ട് ഉച്ച സമയമായി നമ്മൾ ചെയ്തു വന്നപ്പോൾ. ഏതായാലും നമുക്ക് ഇതിന്റെ റിസൾട്ട് നമുക്ക് 2 ആഴ്ച കഴിഞ്ഞ് കാണാം അല്ലേ? 2 ആഴ്ച കഴിയുമ്പോൾ ഇതിന്റെ റിസൾട്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും 2 ആഴ്ച കഴിഞ്ഞ് കാണാം. ഓക്കെ, വീഴാൻ പോണേണ്. ഓക്കെ അല്ലേ? വിളിച്ചോ. ഓക്കെ, ഇത് കാണിച്ചു കൊടുത്തേ.